ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായി, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. പ്രിയ ഭക്തജനങ്ങളെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു വിഷ്ണുമായ ഭക്തനാണോ? ആപത്തുകളിൽ ഓടിയെത്തുന്ന കലിയുഗ വരദനായ സ്വാമി കുട്ടിച്ചാത്തനെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ്. കാലങ്ങളായുള്ള നിങ്ങളുടെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാൻ പോകുന്നു. വിഷ്ണുമായ സ്വാമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെ പെരുമഴ വർഷിക്കാൻ പോകുന്നതിന് മുൻപായി ഈ പ്രകൃതിയിലൂടെ ചില രഹസ്യ സൂചനകൾ നിങ്ങൾക്ക് നൽകും. ഞാനിനി പറയാൻ പോകുന്ന ഈ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നാളുകൾ അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾ അതിസമ്പന്നനാകാൻ പോകുന്നു. 1. വേട്ടാളൻ്റെ കൂട്. നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും കോണിൽ ഒരു വേട്ടാളൻ വന്ന് കൂട് കൂട്ടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് വെറുമൊരു പ്രാണിയല്ല, അത് വിഷ്ണുമായ സ്വാമിയുടെ ചൈതന്യം നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചതിൻ്റെ ആദ്യ ലക്ഷണമാണ്. അപ്രതീക്ഷിതമായി എവിടെ നിന്നെങ്കിലും വലിയൊരു ധനലാഭം നിങ്ങളെ തേടിവരും. 2. വഴിയിൽ നിന്നും ലഭിക്കുന്ന നാണയങ്ങൾ. യാത്രക്കിടയിൽ റോഡിൽ നിന്നോ മറ്റോ നിങ്ങൾക്ക് നാണയങ്ങൾ കളഞ്ഞു കിട്ടിയാൽ ഗൗനിക്കാതെ പോകരുത്. അത് സ്വാമി കുട്ടിച്ചാത്തൻ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന ദക്ഷിണയാണ്. ആ നാണയം ഒരു ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ സ്വാമിയുടെ മുന്നിൽ വച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാകും. 3. താഴെ വീഴുന്ന പണം. പണമെടുക്കുമ്പോൾ അബദ്ധത്തിൽ പേഴ്സിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ താഴെ വീഴാറുണ്ടോ? വിഷമിക്കേണ്ട, അത് നഷ്ടത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് വിഷ്ണുമായയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കയ്യിൽ കുമിഞ്ഞുകൂടാൻ പോകുന്ന മഹാധനത്തിൻ്റെ സൂചനയാണ്. 4. കൈപ്പത്തിയിലെ ചൊറിച്ചിൽ. പെട്ടെന്ന് പുരുഷന്മാർക്ക് വലതു കൈയും സ്ത്രീകൾക്ക് ഇടതു കൈയും ചൊറിയാൻ തുടങ്ങിയാൽ ഓർക്കുക, കുട്ടിച്ചാത്തൻ സ്വാമി നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറ്റി ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ പോകുന്നു. 5. ശംഖനാദം കേട്ടുണരുന്നത്. അതിരാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ശംഖനാദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങാറുണ്ടോ? അതൊരു ദൈവീകമായ അറിയിപ്പാണ്. സ്വാമി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. 6. തഴച്ചു വളരുന്ന തുളസി. വാടി നിൽക്കുന്ന തുളസിച്ചെടി പെട്ടെന്ന് പച്ച പിടിച്ച് തഴച്ചു വളരുന്നുണ്ടോ? അവിടെ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം മാറി കുട്ടിച്ചാത്തൻ്റെ കാവലും ലക്ഷ്മീദേവിയുടെ കടാക്ഷവും പൂർണ്ണമായി നിറഞ്ഞുകഴിഞ്ഞു എന്നാണ് അർത്ഥം. 7. വീട്ടിൻ്റെ ശുചിത്വം. അഴുക്കും മാറാലയും കെട്ടിയ വീടുകളിൽ സ്വാമി കുടിയിരിക്കില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴും അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കിയിടുന്ന വീടാണെങ്കിൽ അവിടെ സാക്ഷാൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ വസിക്കുകയും കുബേരസമ്പത്ത് ചൊരിയുകയും ചെയ്യും. 8. ജേഡ് പ്ലാന്റ്. നിങ്ങളുടെ പ്രധാന വാതിലിന് മുന്നിൽ വച്ചിരിക്കുന്ന ജേഡ് പ്ലാന്റ് വാടാതെ തഴച്ചു വളരുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സർവ്വസൗഭാഗ്യങ്ങളെയും ഒരു കാന്തിക ശക്തിയോടെ ആകർഷിക്കുകയാണെന്ന് തിരിച്ചറിയുക. 9. വീട്ടിൽ പൂച്ച പ്രസവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച വന്ന് പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടോ? ദയവായി അവരെ ആട്ടിയകറ്റരുത്. അത് വെറുമൊരു യാദൃച്ഛികതയല്ല, അത് സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹമാണ്. ആ വീട്ടിൽ ഇനി ദാരിദ്ര്യം എന്ന വാക്കിന് സ്ഥാനമില്ല. 10. 3 പല്ലികളെ ഒന്നിച്ചു കാണുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ്. വീട്ടിൻ്റെ ചുവരിൽ എവിടെയെങ്കിലും 3 പല്ലികളെ ഒന്നിച്ചു കണ്ടാൽ അവിടെ നിന്നുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിച്ചോളൂ. അത് ആദിലക്ഷ്മി, ധനലക്ഷ്മി, സൗഭാഗ്യലക്ഷ്മി എന്നിവരുടെ സാന്നിധ്യമാണ്. കുട്ടിച്ചാത്തൻ്റെ അനുഗ്രഹത്താൽ
ഇനി നിങ്ങൾക്കൊരു തിരിഞ്ഞുനോട്ടമുണ്ടാകില്ല. പ്രിയ വിഷ്ണുമായ ഭക്തരെ, ഈ ലക്ഷണങ്ങൾ വെറും തോന്നലുകളല്ല, പ്രപഞ്ചത്തിൻ്റെ, ഭഗവാന്റെ രഹസ്യഭാഷയാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ആരോടും പറയരുത്, പരസ്യമാക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു രഹസ്യമായി സൂക്ഷിക്കുക. സ്വാമി കുട്ടിച്ചാത്തനെ പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുക. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. കലിയുഗ വരദനായ സ്വാമി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.